വെൽക്കം ബാക്ക് ടു സൈലം SSC-RRB. നമ്മുടെ SSC-RRB പരീക്ഷകൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഡ്രെയിനേജ് സിസ്റ്റം. അതിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഹിമാലയൻ റിവേഴ്സും പെനിൻസുലാർ റിവേഴ്സും ആണ് അല്ലെ. ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര ആൻഡ് അതേപോലെ നമുക്ക് ഒരുപാട് ഈസ്റ്റ് ഫ്ലോയിങ് ആൻഡ് വെസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള പെനിൻസുലാർ റിവേഴ്സും പഠിക്കാനുണ്ടായിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ പരീക്ഷകൾക്കെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഓരോന്നിന്റെയും ട്രിബ്യൂട്ടറീസിനെ പറ്റിയൊക്കെ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിമാലയൻ നദിയായിട്ടുള്ള അല്ലെ, അറബിക്കടലിലേക്ക് ചെന്ന് പതിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നദിയായിട്ടുള്ള സിന്ധു നദിയെ പറ്റിയാണ്, റിവർ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, മോഡൽ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന്റെ ഒറിജിനെ പറ്റി ഡിസ്കസ് ചെയ്യും. ആൻഡ് അതിന്റെ ട്രിബ്യൂട്ടറികൾ, ഇപ്പം ഇന്ത്യയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട 5 ട്രിബ്യൂട്ടറീസ് ഉണ്ട്, ഝലം, ചിനാബ്, രവി, ബിയസ്, സത്ലജ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് പുറം രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ ആയിക്കോട്ടെ, അഫ്ഗാനിസ്ഥാൻ ആയിക്കോട്ടെ വരുന്ന ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ റൈറ്റ് ബാങ്ക്, ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അവസാനം എങ്ങനെയാണ് ഇൻഡസ് അറേബ്യൻ സീയിലേക്ക് ചെന്ന് പതിക്കുന്നത്, ഇതെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരൊറ്റ വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഡസും അതിൻ്റെ ട്രിബ്യൂട്ടറീസും എന്നുള്ളത് അല്ലേ. ആൻഡ് അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഈ 5 ട്രിബ്യൂട്ടറികളാണ്. ഏതൊക്കെയാണ്? ഝലം, ചിനാബ്, രവി, ബിയസ്, സത്ലജ്. ഇതിൻ്റെ ഒറിജിൻ തൊട്ട് എവിടെ വെച്ചാണ് ഈ ഒരു നദി മറ്റു നദികളുമായിട്ട് കൂടിച്ചേരുന്നത്, ഇൻഡസ് നദിയിലേക്ക് ചെന്ന് പതിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പഴയ പേരുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഇൻഡസിന്റെ റിവർ സിസ്റ്റം, ഡ്രെയിനേജ് സിസ്റ്റം നമ്മൾ പഠിക്കാൻ പോവാണ്. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് അതിന്റെ ഒറിജിൻ പറഞ്ഞുകൊണ്ട് തുടങ്ങാം അല്ലെ. എവിടെ നിന്നാണ് റിവർ ഇൻഡസ് ഒറിജിൻ ചെയ്യുന്നത്? ഇന്ത്യയിൽ നിന്നാണോ? അല്ല, ഇന്ത്യക്ക് പുറത്ത് നിന്നാണ് സിന്ധു നദിയുടെ ഒറിജിൻ എന്ന് പറയുന്നേ. എവിടെന്നാ? അങ്ങ് മൗണ്ട് കൈലാഷിലെ ഏത് ഗ്ലേഷ്യറിൽ നിന്നായിരുന്നു? ബൊക്കാർച്ചു ഗ്ലേഷ്യറിൽ നിന്നാണ് സിന്ധു നദി ഒറിജിൻ ചെയ്യുന്നത് അല്ലെ. അപ്പം ഇന്ത്യക്ക് പുറത്തുനിന്നാണ് സിന്ധു നദി ഒറിജിൻ ചെയ്യുന്നത് നമുക്കറിയാം. എന്നിട്ട് ഏറ്റവും വളരെ കുറച്ചു ദൂരം ടിബറ്റിലൂടെ ഒഴുകിയിട്ട് ഇഡംചോക്കിലൊക്കെ വെച്ചിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക്, ലഡാക്കിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, എൻട്രി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എവിടെന്നാ സിന്ധു നദി ഒറിജിൻ ചെയ്യുന്നേ? ബൊക്കാർച്ചു ഗ്ലേഷ്യർ. എവിടെയാണിത്? കൈലാഷ് മൗണ്ടൻ റേഞ്ച്. എവിടെയായിട്ട് വരുന്നു? ടിബറ്റിലാണ്. ഇന്ത്യയിലല്ല, ടിബറ്റിലാണ്. ടിബറ്റിൽ നിന്നും ഒറിജിൻ ചെയ്യുന്ന നദിയാണ്. അപ്പൊ മൗണ്ട് കൈലാഷിൽ നിന്നും ഒറിജിൻ ചെയ്യുന്നു, മുന്നോട്ടേക്ക് ഒഴുകുന്നു അല്ലെ. ഡംചോക്കിൽ വെച്ച് ലഡാക്കിലേക്ക്, ഇന്ത്യയിലേക്ക് കടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഇന്ത്യയില് മെയിൻ റിവർ ആയിട്ടുള്ള ഇൻഡസ് ഉണ്ടല്ലോ, അതിന്റെ ട്രിബ്യൂട്ടറീസ് അല്ല, അത് ഒഴുകുന്ന ഒരേ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീർ ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ജമ്മു ആൻഡ് കാശ്മീരിലൂടെ ഒഴുകുന്ന സമയത്ത് പല പല പോഷക നദികൾ, ട്രിബ്യൂട്ടറീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഭാഗത്താകുന്നുണ്ട്. ഈവൻ പാക് അധീനത കശ്മീരിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഗിൽജിത്ത് പോലെയുള്ള നദികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻഡസിലേക്ക് വന്ന് പതിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇൻഡസ് മുന്നോട്ടേക്ക് ഒഴുകുന്നു. ഒഴുകിയിട്ട് അവസാനം എങ്ങോട്ടേക്ക് ചെന്ന് ചേരുന്നുണ്ട്? പാകിസ്ഥാനിലേക്ക് ചാടുന്നുണ്ട് അല്ലെ. ഇന്ത്യയിലൂടെ ഒഴുകി അവസാനം എങ്ങോട്ടേക്ക് ചാടുന്നുണ്ട്? പാകിസ്ഥാനിലേക്ക് ചാടുന്നുണ്ട്. അപ്പൊ പാകിസ്ഥാനിൽ വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് പുറത്തുനിന്ന് അങ്ങ് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനും ഒക്കെ വരുന്ന ഒരുപാട് ട്രിബ്യൂട്ടറികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡസിലേക്ക് വന്ന് ചേരുന്നുണ്ട്. ആൻഡ് അവസാനം മുന്നോട്ടേക്ക് ഒഴുകി പാകിസ്ഥാനില് കറാച്ചിയിൽ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അറേബ്യൻ സീയിൽ ചെന്ന് ആര് പതിക്കുന്നുണ്ടായിരുന്നു? നമ്മുടെ സിന്ധു പതിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ബൊക്കാർച്ചു ഗ്ലേഷ്യറിൽ നിന്നാണ്, ടിബറ്റിൽ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നത് എന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയിൽ നിന്നല്ല, പുറത്ത് ടിബറ്റിൽ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നത്. എന്നിട്ട് ഇന്ത്യയിലേക്ക് എൻട്രി ചെയ്യുന്നു. ഒരുപാട് നദികള്, സാസ്കർ, ഷോഗ്, ഗിൽജിത്ത് പോലെ ഒരുപാട് ട്രിബ്യൂട്ടറികൾ ഇതിലേക്ക് വന്ന് പതിക്കുന്നുണ്ട്. ആൻഡ് എന്ത് ചെയ്യുന്നു, ഇന്ത്യക്ക് പുറത്തേക്ക് കടക്കുന്നു. അവിടെ നിന്നും ഒരുപാട് പോഷക നദികൾ ഇതിന്റെ ഭാഗമായിട്ട് കൂടിച്ചേരുന്നുണ്ട്. പിന്നീട് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് എഗെയിൻ നമ്മുടെ മിഥാൻ കോട്ടിലൊക്കെ വെച്ചിട്ട് പഞ്ചനാട് എന്ന പേരിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന 5 പ്രധാനപ്പെട്ട സിന്ധുവിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഝലം, ചിനാബ്, രവി, ബിയസ്, സത്ലജ്. ഇവരും ഇതിന്റെ ഭാഗമായിട്ട് കൂടിച്ചേരുന്നുണ്ട്. അവസാനം ഇൻഡസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ കറാച്ചിയിൽ വെച്ച്, പാകിസ്ഥാനിൽ വെച്ച് അറേബ്യൻ സീയിലേക്ക് എന്ത് ചെയ്യാണ്, ചെന്ന് പതിക്കുകയാണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ പല പല ട്രിബ്യൂട്ടറീസിന്റെ പേര് പറഞ്ഞു പോയിട്ടുണ്ട്.
സാൻസ്കർ, ഷോഗ്, ഗിൽജിത്ത്, കാബൂൾ നദി, ഖുരം, തോച്ചി, ഗുമാൽ പോലെയുള്ള നദികൾ, ചെലം, ചിനാബ്, രവി, സത്ലജ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ട്രിബ്യൂട്ടറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇൻഡസിനെ മാത്രമല്ല, ഗംഗയായിക്കോട്ടെ, ഇൻഡസ് ഗംഗ തുടങ്ങിയ അതേപോലെ പെനിൻസുലാർ നദികൾ നോക്കി ട്രിബ്യൂട്ടറീസിനെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈവൻ ബ്രഹ്മപുത്ര ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ നദികൾ പഠിക്കുന്ന സമയത്ത് അതിന്റെ പോഷക നദികളും അവരെവിടുന്നാ ഒറിജിൻ ചെയ്യുന്നത്, എവിടെ വെച്ചാണ് മറ്റു നദികളുമായിട്ട് കൂടിച്ചേരുന്നത്, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇനി ഇൻഡസ് ഒറിജിൻ ചെയ്യുന്നത് ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് പുറത്താണ്. എവിടെയാ? മാനസരോവർ ലേക്കിനടുത്തായിട്ടുള്ള കൈലാഷ് റേഞ്ചിലെ ബൊക്കാർച്ചു ഗ്ലേഷ്യർ. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. കാരണം എന്താണെന്നറിയോ, ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് നദിയാണ് മാനസരോവർ ലേക്കിന്റെ അടുത്തായിട്ട് ഒറിജിൻ ചെയ്യുന്നത്, അടുത്തു നിന്നും ഒറിജിൻ ചെയ്യുന്നത്? അപ്പം അതിൽ ഓപ്ഷൻസിൽ ഗംഗ ഉണ്ടായിരുന്നു, ബ്രഹ്മപുത്ര ഉണ്ടായിരുന്നു, ഇൻഡസ് ഉണ്ടായിരുന്നു. ആ ചോദ്യം കണ്ടു കഴിഞ്ഞ സമയത്ത് പല ആളുകൾ കൺഫ്യൂസ്ഡ് ആയി. കാരണം ബ്രഹ്മപുത്ര, ഓക്കെ, ചെമ്യുന്തം ഗ്ലേഷ്യർ, അങ്സിങ് ഗ്ലേഷ്യർ എവിടെയാണ്, ഏകദേശം മാനസരോവർ ലേക്കിൻ്റെ അടുത്തായിട്ട് വരുന്നുണ്ട്. ചില ആളുകൾക്ക് അത് എത്തി, ചില ആളുകൾക്ക് ഇൻഡസ് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. കൈലാഷ് റേഞ്ച് അല്ലെങ്കിൽ ബൊക്കാർച്ചു ഗ്ലേഷ്യർ എന്ന് പഠിച്ചിട്ടുണ്ട്, അത് മാനസരോവർ ലേക്കിൻ്റെ അടുത്താണോ എന്ന് ഡൗട്ട് വന്നു. ഇൻഡസും ബ്രഹ്മപുത്രയും രണ്ടുപേരും മാനസരോവർ ലേക്കിൻ്റെ അടുത്ത് നിന്നായിട്ടാണ് ഒറിജിൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, റെഡി? അടുത്ത് നിന്നായിട്ടാണ് ഒറിജിൻ ചെയ്യുന്നത്. ബൊക്കാർച്ചു ഗ്ലേഷ്യർ ഏകദേശം മാനസരോവർ ലേക്കിന്റെ അടുത്തായിട്ട് ടിബറ്റിലായിട്ട് വരുന്നു. അവിടെ നിന്നും ഒറിജിൻ ചെയ്യുന്ന സമയത്ത് ടിബറ്റ് ആണല്ലേ. ടിബറ്റിൽ ഇതിനെ നമ്മൾ ഇൻഡസ് എന്ന് വിളിക്കുന്നുണ്ടോ, സിന്ധു എന്ന് വിളിക്കുന്നുണ്ടോ? ഇല്ല. ടിബറ്റില് നമ്മുടെ ഇൻഡസ് നദി അറിയപ്പെടുന്നത് എന്ത് പേരിലാണെന്നറിയാമോ? സിംഗി ഖമ്പൻ എന്ന പേരിലാണ്. ലയൺസ് മൗത്ത്, ലയൺസ് മൗത്ത് എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. സിംഗി ഖമ്പൻ അല്ലെങ്കിൽ ലയൺസ് മൗത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് നമ്മുടെ ഇൻഡസ്. ആൻഡ് നമുക്കറിയാം ഹിമാലയൻ നദികള് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അതില് ബ്രഹ്മപുത്രയും ഗംഗയും ഈസ്റ്റ് ഫ്ലോയിങ് ആണ്. എവിടെയാ ചെന്ന് പതിക്കുന്നേ? ബേ ഓഫ് ബംഗാളിലാണ്. പക്ഷേ വെസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള ഒരേ ഒരു ഹിമാലയൻ നദിയാണ് നമ്മുടെ സിന്ധു. And it is an antecedent river. എന്താണ് antecedent river? SSC പരീക്ഷയ്ക്ക് പല തവണ വന്നിട്ടുള്ളതാണ് antecedent river അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ആന്റിസിഡന്റ് റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആന്റിസിഡന്റ് ഡ്രെയിനേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രെല്ലിസ് പാറ്റേൺ പഠിച്ച സമയത്ത് ഇതേപോലെ സെൻട്രിപീറ്റൽ പാറ്റേൺ, ഒരുപാട് പാറ്റേണുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രീ ലൈക്ക് പാറ്റേൺ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതിന്റെ കൂട്ടത്തിൽ പഠിച്ചൊരു പാറ്റേൺ ആണ്, ഡ്രെയിനേജ് പാറ്റേൺ ആണ് ആന്റിസിഡന്റ് ഡ്രെയിനേജ് എന്ന് പറയുന്നത്. എന്തായിരുന്നു? പഴക്കം ചെന്ന നദികളാണ്. നമുക്കറിയാം 50 മില്യൺ വർഷങ്ങൾക്ക് മുന്നെയാണ് ഹിമാലയാസ് ഉണ്ടായിട്ടുള്ളത് അല്ലെ. അതിന്റെ മുന്നേ അതിനേക്കാൾ പഴക്കം ചെന്ന നദികളാണ് ആന്റിസിഡന്റ് റിവേഴ്സ് എന്ന് പറയുന്നത്. ഇവരുടെ പ്രത്യേകത, മുന്നിൽ വന്ന ഹിമാലയാസിനൊക്കെ കട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോയിട്ടുള്ള നദികളാണ്. ഇവരെ എങ്ങനെയാണോ മുന്നേ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആ വഴിയിലൂടെ തന്നെ ഒഴുകണം നിർബന്ധമുള്ള ആളുകളാണ്. അപ്പൊ മുന്നിൽ വന്ന ഹിമാലയാസിനെ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള നദികളാണ് ആന്റിസിഡന്റ് റിവേഴ്സ്. പഴക്കം ചെന്ന നദികളാണ് എന്ന് ഓർത്തു വെക്കുക. ആന്റിസിഡന്റ് റിവേഴ്സിന് എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഡസ്, മെയിൻ റിവർ ആയിട്ടുള്ള ഇൻഡസ്. ആൻഡ് ഇൻഡസിന്റെ പ്രധാനപ്പെട്ട ഒരു ട്രിബ്യൂട്ടറി ആയിട്ടുള്ള എഗൈൻ നമ്മുടെ മാനസരോവറിലേക്ക് നിന്ന് വരുന്ന ടിബറ്റിൽ നിന്ന് വരുന്ന സത്ലജ്, ആൻഡ് നമ്മുടെ അടുത്ത ഹിമാലയൻ നദിയായിട്ടുള്ള ബ്രഹ്മപുത്ര. ഓക്കെ, ഇതിന് ആന്റിസിഡന്റ് ഡ്രെയിനേജിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ് നമ്മുടെ ഇന്ത്യയിലെ ഇൻഡസ്, സത്ലജ് ആൻഡ് ബ്രഹ്മപുത്ര. ചോദിച്ചിട്ടുണ്ട്, ബ്രഹ്മപുത്രനെ പറ്റി ചോദിച്ചിട്ടുണ്ട്, സത്ലജിനെ പറ്റിയും ചോദിച്ചിട്ടുണ്ട്. ഇവർ 3 പേരും എന്താണ്? ആന്റിസിഡന്റ് റിവേഴ്സ് ആണ്. ഇതേപോലെ ഗോർജസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ആന്റിസിഡന്റ് റിവേഴ്സ് മുന്നോട്ടേക്ക് ഹിമാലയാസിനെ കട്ട് ചെയ്ത് പോയിട്ടുള്ളത് കേട്ടോ. ആ കാര്യം കൂടെ ഓർത്തു വെക്കുക. ഇനി നമ്മുടെ മെയിൻ റിവർ ആയിട്ടുള്ള ഇൻഡസിലേക്ക് എഗെയിൻ തിരിച്ചു വരാം. ഇതിന്റെ ട്രിബ്യൂട്ടറികളാണ്, പോഷക നദികളാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ട ഭാഗം എന്ന് പറയുന്നത്. ഇൻഡസ് ഒറിജിൻ ചെയ്യുന്ന ടിബറ്റ് അല്ലെ, അവിടെ നിന്ന് ഒഴുകി മുന്നോട്ടേക്ക് വരുന്നു, ഇന്ത്യയിലേക്ക് കടക്കുന്നു. ഇന്ത്യയിൽ വെച്ച് ആദ്യമായിട്ട് ഇൻഡസിലേക്ക് കൂടിച്ചേരുന്ന ട്രിബ്യൂട്ടറി അല്ലെങ്കിൽ ഇൻഡസിന്റെ ആദ്യത്തെ ട്രിബ്യൂട്ടറി ഏതാണെന്ന് അറിയാമോ? സാൻസ്കർ ആണേ. ഇത് ഓർത്തു വെക്കണം, സാൻസ്കർ ആണ്. ഓക്കെ, പിന്നീട് അവിടെ നിന്ന് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ വരുന്ന കാബൂൾ നദി ഉൾപ്പെടെയുള്ള നദികൾ എന്ത് ചെയ്യുന്നുണ്ട്? ട്രിബ്യൂട്ടറികൾ എന്ത് ചെയ്യുന്നുണ്ട്? അറേബ്യൻ സീയിലേക്ക് ചെന്ന് പതിക്കുന്നതിന്റെ മുന്നേ ആയിട്ട് ഒരുപാട് ട്രിബ്യൂട്ടറികൾ ഇൻഡസിലേക്ക് കൂടിച്ചേരുന്നുണ്ട്. ഓക്കെ, അതിൽ തന്നെ ലെഫ്റ്റ് ബാങ്കും റൈറ്റ് ബാങ്കും എന്ത് ചെയ്യാറുണ്ട്? മിക്ക നദികളുടെയും ചോദിച്ചിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്
ഇന്ന നദിയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി, റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഇൻഡസിന്റെ കേസിൽ വരികയാണെങ്കിൽ ഇവിടെ ഇൻഡസിന്റെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറികൾ എന്ന് പറയുന്നത് സാൻസ്കറും പഞ്ചനാടുമാണ്. അതായത് ഇതാണ് നമ്മുടെ മെയിൻ റിവർ ആയിട്ടുള്ള ഇൻഡസ്. ഇതാണ് മെയിൻ റിവർ ആയിട്ടുള്ള ഇൻഡസ് എന്ന് പറയുന്നത് കേട്ടോ, സിന്ധു. ഓക്കെ, ഈ സിന്ധുവിന്റെ സൗത്തിൽ നിന്നും കൂടി ചേരുന്ന നദികള്, ഓക്കെ, സൗത്ത് സൈഡിൽ നിന്നും ഇൻഡസിലേക്ക് ചേരുന്ന നദികളാണ് അതിന്റെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. സൗത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് താഴെ ആര് വരുന്നുണ്ട്? ഇൻഡസിന്റെ ഫസ്റ്റ് ട്രിബ്യൂട്ടറി, ആദ്യത്തെ ട്രിബ്യൂട്ടറി ഏതാ? സാൻസ്കർ നദി. ഇതൊരു ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയാണ്. പിന്നെ പഞ്ചനാട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പല നദികളുടെയും പേര് പറഞ്ഞ സമയത്ത് പഞ്ചനാട് മെൻഷൻ ചെയ്തിട്ടില്ല. ആരായി പഞ്ചനാട്? പഞ്ചനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഇൻഡസിന്റെ പ്രധാനപ്പെട്ട 5 പോഷക നദികൾ ഉണ്ടായിരുന്നു. ഝലം, ചിനാബ്, രവി, ബിയസ്, സത്ലജ് അല്ലേ? ഝലം, ചിനാബ്, രവി, ബിയസ്, സത്ലജ്. ഓക്കെ, ഇവരെല്ലാം ഒരുമിച്ചൊഴുകുന്ന സമയത്ത്, കൂടിച്ചേർന്ന് ഒരുമിച്ചൊഴുകുന്ന സമയത്ത് പഞ്ചനാട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ പഞ്ചനാടും സാൻസ്കറുമാണ് ഇൻഡസിന്റെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. അതായത് സൗത്തിൽ നിന്നും ഇൻഡസിലേക്ക് ജോയിൻ ചെയ്യുന്നതിന്റെ പോഷക നദികൾ കേട്ടോ. ഓക്കെ, ഈ പഞ്ചനാടാണ് എന്ത് ചെയ്യുന്നത്? മിഥാൻകോട്ടിൽ വെച്ച് ഇൻഡസിലേക്ക് കൂടിച്ചേരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഝലം, ചിനാബ്, രവി, ബിയസ്, സത്ലജ് ഇവരെയാണ് നമ്മൾ പഞ്ചനാട് എന്ന് വിളിക്കുന്നത്. എവിടെയാ? ഏത് സൈഡിലാ? ഈ ഭാഗത്തല്ലേ? സൗത്തിലല്ലേ? ഇവരാണ് എന്ത്? ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. സാൻസ്കറും അതേപോലെ ഈ 5 നദികളും. ഓക്കെ, ഇനി റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് നോക്കാം. ഏതൊക്കെയാണ് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്? അതില് ഒന്ന് ഷ്യോക് നദിയാണ്. എവിടുന്നാ ഷ്യോക് വരുന്നത്? നമ്മുടെ കാരക്കോറം റേഞ്ച് ആ ഭാഗത്തു നിന്നൊക്കെ ആയിട്ടാണ് ഷ്യോക് വരുന്നത് അല്ലേ? ഓക്കെ, ഷ്യോക് നദി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന നദിയാണ് ഗിൽജിത്ത് നദി. ഏതാടാ സൈഡ്? നോർത്ത് അല്ലേ? ഷ്യോകും ഗിൽജിത്തും ഒക്കെ എവിടെയാ വരുന്നത്? നോർത്ത് നിന്നാണ്. അപ്പോ ഇൻഡസിന്റെ മുകൾ ഭാഗം, നോർത്ത് സൈഡിൽ നിന്നും ഇൻഡസിലേക്ക് വന്നു പതിക്കുന്ന നദികളാണ് അതിന്റെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടാതെ വേറെ ഏതൊക്കെ നദികളാണ്? ഇങ്ങ് ഇന്ത്യ കടന്നു കഴിഞ്ഞാല് അങ്ങ് പാകിസ്ഥാനിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മറ്റൊരു നദി എന്ത് ചെയ്യുന്നുണ്ട്? ഒഴുകി വന്ന് മെയിൻ റിവർ ആയിട്ടുള്ള ഇൻഡസിലേക്ക് വന്ന് പതിക്കുന്നുണ്ട്. ഏതാണ് ആ നദി? കാബൂൾ നദിയാണ്. ഓക്കെ, കാബൂൾ നദി. അത് കഴിഞ്ഞ് ഖുറം നദി, തോച്ചി, ഗുമാൽ, വിബോവ, സങ്കർ തുടങ്ങിയ ഒരുപാട് നദികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതായത് ഗുമാൽ ഇവിടെ വരുന്നുണ്ട്, തോച്ചി വരുന്നുണ്ട്, ഖുറം വരുന്നുണ്ട്. ഓക്കെ, യെസ്, ഇത്തരത്തിൽ ഒരുപാട് പോഷക നദികൾ എഗെയിൻ പാകിസ്ഥാനിൽ നിന്നൊക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്? മെയിൻ റിവർ ആയിട്ടുള്ള ഇൻഡസിലേക്ക് വന്ന് പതിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഗിൽജിത്തിന്റെ ഒക്കെ കാര്യം ഓർത്തു വെക്കണം. നമ്മുടെ പാക് ഒക്യുപ്പൈഡ് കശ്മീർ ആ റീജിയനിലായിട്ടാണ് ഗിൽജിത്ത് ഒക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, റെഡി. ഇനി കാബൂൾ നദിയാണെങ്കിൽ നമ്മുടെ രാജ്യത്തു നിന്നല്ല, പുറത്തു നിന്നാണ്, അഫ്ഗാനിസ്ഥാനാണെന്ന് ഓർത്തു വെക്കുക. ഇനി ബാക്കിയുള്ള കുറച്ച് നദികളുണ്ട്. ഖുറം, തോച്ചി, ഗുമാൽ, വിബോവ, സാങ്കർ തുടങ്ങിയ നദികൾ. ഇവർ വരുന്ന പാകിസ്ഥാന് തന്നെ അവിടുത്തെ സുലൈമാൻ റേഞ്ചസിൽ നിന്നും വരുന്ന നദികളാണ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സുലൈമാൻ റേഞ്ചസിൽ നിന്ന് വരുന്ന നദികൾ ഓർത്തു വെക്കണം കൃത്യമായിട്ട്. ഏതൊക്കെയാണ് ഇന്ത്യയിൽ നിന്ന് വരുന്നത്, ഏതൊക്കെയാണ് ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്നത്, അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. അതിന്റെ കൂടെ പാകിസ്ഥാനിൽ തന്നെ വരുന്ന അവിടുത്തെ സുലൈമാൻ റേഞ്ചസിൽ നിന്നും വരുന്ന നദികൾ ഏതൊക്കെയാണ്, ഒറിജിൻ ചെയ്യുന്ന നദികൾ ഏതൊക്കെയാണ്, അതേപോലെ കാബൂളിന്റെ കേസും ഓർത്തു വെക്കാം. ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയിലൂടെ ഒഴുകുന്ന 5 നദികൾക്കാണ്. ഏതൊക്കെയാണ്? ഝലം, ചിനാബ്, രവി, ബിയസ്, സത്ലജ് അല്ലേ? യെസ്, ഝലം, ചിനാബ്, രവി, ദെൻ ബിയസ്, സത്ലജ്. ഈ 5 പോഷക നദികള് നമ്മൾ നിർബന്ധമായിട്ടും എവിടെ നിന്നാണ് ഒറിജിൻ, എവിടെ നിന്നാണ് ഇവർ കൂടിച്ചേരുന്നത്, ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും ഓർത്തു വെക്കുക. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഝലം നദിയെ പറ്റിയാണ്. എവിടെ നിന്നാണ് ഝലം നദി ഒറിജിൻ ചെയ്യുന്നത്? വൂളാർ തടാകം, അതിന്റെ ഭാഗമായിട്ട് ഒഴുകുന്ന നദി ഏതാണ് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ SSC RRB പരീക്ഷകൾക്കൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ് ഇതിന്റെ ഒറിജിൻ. വെറിനാഗ് ലേക്കിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോ ഇന്ത്യയില് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ പിർപ്പാഞ്ചൽ റേഞ്ചിലെ, പിർപ്പാഞ്ചൽ റേഞ്ചിലെ വെറിനാഗ് ലേക്കിൽ നിന്നും ഒറിജിൻ ചെയ്യുന്ന നദിയാണ് ആര്? വെറിനാഗിൽ നിന്നും ഒറിജിൻ ചെയ്യുന്ന നദിയാണ് ഇൻഡസ് എന്ന് പറയുന്നത്. എന്നിട്ട് മുന്നോട്ടേക്ക് ഒഴുകുന്ന സമയത്ത്
പാകിസ്ഥാനിലേക്ക് കടക്കുന്നതിന്റെ മുന്നേ ആയിട്ട് വൂളാർ തടാകത്തിലൂടെ ആരൊഴുകുന്നു? യെസ്, ഇൻഡസ് ഒഴുകുന്നു. എന്നിട്ട് മുന്നോട്ടേക്ക് ഒഴുകിയിട്ട് ചിനാബുമായിട്ട് കൂടിച്ചേരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഓർത്തു വെക്കേണ്ടത് വെറിനാഗ് ലേക്കിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്യുന്നത്, വൂളാർ തടാകത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ഓക്കെ, ആൻഡ് അതുകൂടാതെ ഈ പ്രോജക്റ്റുകൾ ഓർത്തു വെച്ചാൽ നന്നായിരിക്കും. ഓരോ നദിയിലും വരുന്ന റിവർ വാലി പ്രോജക്റ്റുകൾ ഉണ്ടല്ലോ. ഇപ്പൊ കൃഷ്ണഗംഗ ആൻഡ് അതേപോലെ തന്നെ തുൽബുൽ പ്രോജക്റ്റുകൾ, നീലം റിവർ പ്രോജക്റ്റ് ഒക്കെ നമ്മുടെ ഝലം നദിയിലാണ് വരുന്നതെന്ന് ഓർത്തു വെക്കുക. ആൻഡ് ഇതിന്റെ പഴയ പേര് ഇതാസ്ത. ഝലം നദിയുടെ പഴയ പേര്. ഝലം മാത്രമല്ല, ഇന്ത്യയിലൂടെ ഒഴുകുന്ന 5 പ്രധാനപ്പെട്ട പോഷക നദികളിലെ അതിന്റെ എല്ലാം പഴയ പേര് ഓർത്തു വെച്ചാൽ നല്ലതായിരിക്കും. ഇനി അടുത്ത നദിയാണ് ചിനാബ് നദി. ഝലം കഴിഞ്ഞാൽ ചിനാബ് നദി. ചിനാബ് നദിയെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, അതിന്റെ ഒറിജിൻ ആണ്. എവിടെ നിന്നായിട്ടാണ് ചിനാബ് നദി ഒറിജിൻ ചെയ്യുന്നത്? ബരാലച്ചാല പാസിൽ നിന്നും ഒറിജിൻ ചെയ്യുന്നു. എവിടെയാ? നമ്മുടെ ഹിമാചൽ പ്രദേശ് അല്ലേ. ഹിമാചൽ പ്രദേശിലെ ബരലച്ചാല പാസിൽ നിന്നും ഒറിജിൻ ചെയ്യുന്നു. എങ്ങനെയാ ഒറിജിൻ ചെയ്യുന്നതെന്ന് അറിയോ? ഒരൊറ്റ നദിയായിട്ടങ്ങ് വരുന്നില്ല, 2 സ്ട്രീംസ്, ചന്ദ്ര ആൻഡ് ഭാഗ എന്ന് പറയുന്ന 2 സ്ട്രീംസ്. അങ്ങ് ചന്ദ്രതാലിനും സൂര്യതാലിനും വരുന്ന ചന്ദ്രയും ഭാഗയും കൂടി ചേർന്ന് ചന്ദ്രഭാഗയായിട്ട് മുന്നോട്ടേക്ക് ഒരുമിച്ച് ഒഴുകുന്ന നദിയാണ് നമ്മുടെ ചിനാബ് നദി എന്ന് പറയുന്നത്. ഇതും ചോദിച്ചിട്ടുണ്ട്. ഒറിജിൻ ബരാലച്ചാല പാസ്. ഓക്കെ, ഇൻഡസിന്റെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറി ആണ്, അത് മറന്നു പോകരുത്. ഇൻഡസിന്റെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറി ആണ്. ചന്ദ്രയും ഭാഗയും കൂടി ചേർന്ന് ചന്ദ്രഭാഗ എന്ന പേരിൽ താന്തിയിൽ വെച്ച് മുന്നോട്ടേക്ക് ഒഴുകുന്ന, ചന്ദ്രയും ഭാഗയും കൂടി ചേർന്ന് ഹിമാചൽ പ്രദേശിലെ താന്തിയിൽ വെച്ചാണ്. ഓക്കെ, അപ്പൊ ചന്ദ്രഭാഗയായിട്ട് ഒഴുകുന്ന നദി അല്ലെങ്കിൽ ചന്ദ്രഭാഗ എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ചിനാബ് നദിയാണ്. ഓക്കെ, എന്നിട്ട് പിന്നീട് ഈ ചിനാബ് നദിയും ഝലം നദിയും കൂടിച്ചേരുന്നുണ്ട്. 2 പേരും കൂടിച്ചേരുന്നുണ്ട്. എവിടെ വെച്ചാ? ഇന്ത്യക്ക് പുറത്ത് വെച്ചാ. പാകിസ്ഥാനിലെ ഝാങ്ക് കേട്ടിട്ടുണ്ടാവില്ലേ? പാകിസ്ഥാനിലെ ഝാങ്കിൽ വെച്ച് നമ്മുടെ ഝലം നദിയും ചിനാബ് നദിയും കൂടിച്ചേരുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഝാങ്ക് നദി എന്ന് നമ്മൾ പാകിസ്ഥാനിൽ വിളിക്കുന്നുണ്ട്. 2 പേരും കൂടിച്ചേർന്ന് മുന്നോട്ടേക്ക് ഒഴുകുമ്പോൾ ഝാങ്ക് നദി എന്ന് വിളിക്കാറുണ്ട്. ആ കാര്യം കൂടി ഓർത്തു വെക്കുക. അസ്കിനി എന്നാണ് ഇതിന്റെ പഴയ പേര്, അസ്കിനി. ഓക്കെ, ഝാങ്കിൽ വെച്ചാണ് 2 പേരും കൂടി ചേർന്ന്. സലാൽ പ്രോജക്റ്റ് പോലെയുള്ള പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ ഈ നദിയിൽ, റിവർ വാലി പ്രോജക്റ്റുകൾ വന്നിട്ടുണ്ട്. അടുത്ത നദിയാണ് രവി നദി. അടുത്ത ട്രിബ്യൂട്ടറി ആണ്. ഝലം ചിനാബ് കഴിഞ്ഞാൽ പിന്നീട് രവി നദി. ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം രോത്താങ് പാസിൽ നിന്നും ഒറിജിൻ ചെയ്യുന്ന നദി ഏതാണ് എന്നുള്ളതായിരുന്നു. രോത്താങ് പാസിന്റെ കൃത്യം വെസ്റ്റിൽ നിന്നും ഒറിജിൻ ചെയ്യുന്ന, ഇതെടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വെസ്റ്റ് ഓഫ് രോത്താങ് പാസ്, അവിടെ നിന്നും ഒറിജിൻ ചെയ്യുന്ന. അതേപോലെ മറ്റൊരു ചോദ്യം ചോദിച്ചത് കുളു വാലിയിലൂടെ, പെർപ്പാഞ്ചൽ, ദൗലാദർ റേഞ്ചസിലൂടെയൊക്കെ ആയിട്ട് ഒഴുകുന്ന നദി ആരാണ്? ഇതൊക്കെ നമ്മുടെ രവി നദിയാണ്. ഓക്കെ, പുരുഷാണി, ഐരാവതി തുടങ്ങിയ പേരുകളിൽ പണ്ട് അറിയപ്പെട്ടിരുന്ന, പഴയ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് രവി നദി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഒറിജിൻ കൃത്യമായിട്ട് ഓർത്തു വെക്കുക, രോത്താങ് പാസിൽ നിന്നാണ്. ഓക്കെ, അടുത്തതായിട്ട് വരുന്ന ആളാണ് ബിയസ് നദി. എവിടെ നിന്ന്? ആ പേരിൽ തന്നെയുണ്ട്, ബിയസ് കുണ്ടിൽ നിന്നും ഒറിജിൻ ചെയ്യുന്നു. എവിടെയാ ബിയസ് കുണ്ട്? യെസ്, നമ്മുടെ ഹിമാചൽ പ്രദേശിലെ ബിയസ് കുണ്ടിൽ നിന്നുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒറിജിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പഞ്ചാബിൽ വെച്ച്, ഓക്കെ, പഞ്ചാബിൽ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അടുത്ത പോഷക നദിയായിട്ടുള്ള സത്ലജിലേക്ക് മൂപ്പര് ചെന്ന് പതിക്കുന്നുണ്ട്. ഹരിക്ക് ബാരിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പഞ്ചാബിൽ വെച്ചിട്ട് ബിയസ് നദി എന്ത് ചെയ്യുന്നുണ്ട്? സത്ലജിലേക്ക് കൂടിച്ചേരുന്നുണ്ട്. ഓക്കെ, ബി എസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഒറിജിൻ ചെയ്ത് ഇന്ത്യയിൽ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, പൂർണ്ണമായിട്ടും ഒഴുകി തീർക്കുന്നുണ്ട്. എന്നിട്ടാണ് സത്ലജിലേക്ക് പോകുന്നത്. ഓക്കെ, എന്നിട്ട് അവസാനം ഈ സത്ലജ് ആണ് ബി എസിനെയും കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നത്. പക്ഷേ സത്ലജിന്റെ കേസിൽ നിങ്ങൾ ഓർത്തു വെക്കണം, സത്ലജ് ആന്റിസിഡന്റ് റിവർ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സത്ലജ് ബാക്കിയുള്ള 4 പോഷക നദികളെ പോലെ, ട്രിബ്യൂട്ടറീസിനെ പോലെ ഇന്ത്യയിൽ നിന്നല്ല ഒറിജിൻ ചെയ്യുന്നത്, ഇന്ത്യക്ക് പുറത്തുനിന്ന്. എവിടെന്നാ? ടിബറ്റിലെ മാനസരോവറിനടുത്തൊക്കെ ആയിട്ട് രക്ഷസ്ഥാൽ ലേക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ നിന്നാണ് മാനസരോവർ, അവിടെ നിന്നായിട്ട് ഒറിജിൻ ചെയ്യുന്നതെന്ന് ഓർത്തു വെച്ചാൽ മതി. സത്ലജ് ഇന്ത്യയിൽ നിന്നല്ല, ഇന്ത്യക്ക് പുറത്തുനിന്നാണ് വരുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. ഓക്കെ, എന്നിട്ട് എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വരുന്നത്? എവിടെ വെച്ചാണ്? ടിബറ്റിൽ നിന്നും ഒറിജിൻ ചെയ്ത് ഷിപ്കില പാസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഷിപ്കില പാസിലൂടെ ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്യുന്നു. പോകുന്ന വഴിക്ക് ആരെയും കൂട്ടുകയാണ്? ബിയസ് നദിയെയും കൂട്ടുന്നുണ്ട്. എന്നിട്ട് മുന്നോട്ടേക്ക് ഒഴുകുന്നു. ഓക്കെ, മുന്നോട്ടേക്ക് ഒഴുകുന്ന സമയത്ത്
അതിനകത്ത് മാത്രം ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ സിംഗി കമ്പൻ എന്ന് ആരെ വിളിക്കുന്നുണ്ടായിരുന്നു? മെയിൻ റിവർ ആയിട്ടുള്ള ഇൻഡസിനെ വിളിക്കുന്നുണ്ടായിരുന്നു. ലാങ്ചൻ കാമ്പം എന്നാണ് ആരെ വിളിക്കുന്നതെന്ന് അറിയാമോ? സത്ലജിനെ അതിന്റെ ഒറിജിൻ സ്ഥലമായിട്ടുള്ള ഉത്ഭവസ്ഥാനമായിട്ടുള്ള ടിബറ്റിൽ വിളിക്കുന്നത് കേട്ടോ, ലാങ്ചൻ കാമ്പം. ഓക്കെ, യെസ്. ആൻഡ് സത്ലജ് ഒരു ആന്റിസിഡന്റ് റിവർ ആണ്. സത്ലജ് ഒരു ആന്റിസിഡന്റ് റിവർ ആണ്. ഈ സത്ലജിലാണ് ഒരു മൾട്ടി പർപ്പസ് റിവർ വാലി പ്രോജക്റ്റ് ആയിട്ടുള്ള ബക്രാനങ്കൽ പ്രോജക്റ്റ് അല്ലേ? ബക്രാനങ്കൽ പ്രോജക്റ്റ് ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ്. ഓക്കെ, ഇന്ദിരാഗാന്ധി കനാലൊക്കെ ഒറിജിൻ ചെയ്യുന്ന ഇവിടെയാണ്. ആ കാര്യം കൂടി എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ഇനി സത്ലജ് ആണ് കേട്ടോ ബാക്കിയുള്ള നദികളെല്ലാം കൊണ്ട് നേരെ ഇൻഡസിലേക്ക് ചെന്ന് പതിക്കുന്നത്. ബാക്കി ആരുടെ ഒന്നും ഭാഗമൊന്നും ആവുന്നില്ല, വേറൊരു നദിയിലേക്ക് ചെന്ന് പതിക്കുന്നൊന്നുമില്ല, നേരിട്ട് അങ്ങ് ഇൻഡസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മൂപ്പര് പോകുന്നുണ്ട്. ഈ സത്ലജിലേക്കാണ് ബാക്കിയുള്ള ജലം, ചിനാബ്, രവി, ബിഎസ് ഉൾപ്പെടെയുള്ള ട്രിബ്യൂട്ടറീസ് എന്ത് ചെയ്യുന്നത്, ചെന്ന് പതിക്കുന്നത്. സത്ലജ് നേരിട്ട് പോകുന്നുണ്ട് കേട്ടോ. സത്ലജ് ആരുടെയും ഭാഗമായിട്ടല്ല പോകുന്നത്, നേരിട്ടാണ് സത്ലജ് പോകുന്നത്. ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇൻഡസിന്റെ ഈ 5 പോഷക നദികൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഓൾഡ് നെയിംസ് ഒന്നുകൂടെ ഞാൻ പറയാണ്. ജലം ഇതാസ്ത, ചിനാബ് അസ്കിനി, രവി പുരുഷാനി, ബിഎസ് ബിപാഷ, ദെൻ സത്ലജ് ശുതുത്രി. ഓക്കെ, ഈ പേരുകൾ ഓർത്തു വെക്കണേ, മറന്നു പോകരുത്. ഇവിടെ നിന്നാണ് ഇൻഡസ് വരുന്നത്? ബുക്കാർച്ചു ഗ്ലേഷ്യർ ആണ്, ടിബറ്റിൽ നിന്നാണ്. ഇനി അതേപോലെ ഇൻഡസ് വാട്ടർ ട്രീറ്റി 1960 ഇന്ത്യ പാകിസ്ഥാൻ ഇൻഡസ് വാട്ടർ ഷെയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ട്രീറ്റി ആയിരുന്നു നമ്മുടെ ഇൻഡസ് വാട്ടർ എഗ്രിമെന്റ് അല്ലെങ്കിൽ ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത്. ഓരോ നദികളും എത്ര ശതമാനമാണ് ഷെയർ ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പ്രധാനപ്പെട്ട മെയിൻ റിവർ ആയിട്ടുള്ള ഇൻഡസും അതിൽ തന്നെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന 5 പോഷക നദികളില്ലേ, അത് എത്ര ശതമാനമാണ് 2 രാജ്യങ്ങളും ഷെയർ ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഇവിടെ ഓർത്തു വെക്കണം. നമ്മുടെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന നെഹ്റുവും പാകിസ്ഥാന്റെ അയൂബ് ഖാനും കൂടിയായിരുന്നു 1960 ഈ ഒരു ട്രീറ്റി സൈൻ ചെയ്യുന്നത്. നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? യെസ്. നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു കാരണവശാലും കൊടുക്കാൻ പോണില്ല നമ്മുടെ വെള്ളം എന്നൊക്കെ അല്ലേ പാകിസ്ഥാനിന്. ഓക്കെ, പാറ്റേൺ ഓഫ് ടെറർ ആണ്, അതുകൊണ്ട് നമ്മൾ കൊടുക്കാൻ പോണില്ല എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്. അപ്പം ഇതിൽ തന്നെ ഓരോ നദികളും എത്ര ശതമാനമാണ് എന്ന് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. മെയിൻ റിവർ ആയിട്ടുള്ള ഇൻഡസ് 80% പാകിസ്ഥാനും 20% ഇന്ത്യയുമാണ് ഷെയർ ചെയ്യുക. ചെലം നദി ആൻഡ് ചിനാബ് നദി 80% പാകിസ്ഥാനും 20% ഇന്ത്യയും. ഇനി ബാക്കി വരുന്ന നദികള് രവി, ബിഎസ്, സത്ലജ്, ഇവർ പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ കൺട്രോളിലായിരിക്കും. ഇതായിരുന്നു ആ ട്രീറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആ കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് കൂടെയാണ്. Which of the following rivers originates near Lake Manasarovar in Tibet? ഗംഗയുണ്ട്, ബ്രഹ്മപുത്രയുണ്ട്, ഇൻഡസ് ഉണ്ട്, ബോത്ത് ബി ആൻഡ് സി ഉണ്ട്. ഗംഗയല്ല. ഗംഗ എവിടെ നിന്നാ? ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. ഗംഗയല്ല, ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ബ്രഹ്മപുത്ര, ചമ്യുങ്തം ഗ്ലേഷ്യർ അല്ലെങ്കിൽ അങ്സി ഗ്ലേഷ്യർ എന്നാണ് എവിടെയായിട്ട് വരുന്നുണ്ട്, ഇതിനടുത്തായിട്ട് വരുന്നുണ്ട്, മാനസരോവർ ലേക്കിനടുത്തായിട്ട് വരുന്നുണ്ട്, ടിബറ്റ് ആണ്. ഇത് കറക്റ്റ് ആണ്. ഇൻഡസ് നോക്കാം. ഇൻഡസും ഏകദേശം ഇതിന്റെ അടുത്താ. കൈലാഷ് റേഞ്ച് മാനസരോവർ ലേക്കിന്റെ അടുത്തായിട്ട് വരുന്നു, ഇൻഡസും വരുന്നുണ്ട്. അവ രണ്ടുപേരും വരുന്നുണ്ട്. രണ്ടുപേരും വരുന്ന ഓപ്ഷൻ ഏതാണ്? യെസ്, ഡി ആണ്. ബോത്ത് ബി ആൻഡ് സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരാം. അടുത്ത ചോദ്യം നോക്കാം. Which one among the following directly joins the Indus River? ഇൻഡസിന്റെ 4 പ്രധാനപ്പെട്ട 5 4 കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും നേരെ പോയിട്ട് ഇൻഡസിലേക്ക് ചേരുന്ന നദി ഏതാണ്, ഏത് ട്രിബ്യൂട്ടറി ആണെന്നാണ് ചോദ്യം. ചെലം ഇല്ല, ചെലം നേരിട്ട് പോകുന്നില്ല. രവി പോകുന്നുണ്ടോ? ഇല്ല. ചിനാബ് പോകുന്നുണ്ടോ? ഇല്ല. ആരാ പോകുന്നേ? സത്ലജ് ആണ് പോകുന്നേ. ഓക്കെ, ഇതും ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. Which of the following rivers is not a tributary of the Indus? രവി, അതെയാണ്, രവിയാണ്. ബി എസ് ആണോ? യെസ്, ബി എസും ആണ്. സത്ലജ് ആണ്. ടീസ്റ്റ അല്ല. ടീസ്റ്റ ആരുടെയാ? ടീസ്റ്റ ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറി ആയിരുന്നു അല്ലേ? ബംഗ്ലാദേശിൽ വെച്ചിട്ട് ജമുനയോട് കൂടിച്ചേരുന്ന അല്ലെങ്കിൽ ബ്രഹ്മപുത്രയോട് കൂടിച്ചേരുന്ന അതിന്റെ പോഷക നദിയാണ് ടീസ്റ്റ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. അതുകൂടാതെ ദ റിവർ ചെനാബ് ഇസ് ഫോംഡ് ബൈ ദ കൺഫ്ലുവൻസ് ഓഫ് ഏതൊക്കെ? നമ്മൾ തുംഗഭദ്രനൊക്കെ പറയുന്നുണ്ട്, തുങ്കയും ഭദ്രയും. അതേപോലെ ഇവിടെ ചന്ദ്രയും ഭാഗയും കൂടി ചേർന്ന് ചന്ദ്രഭാഗയായിട്ട് ഒഴുകുന്ന നദിയാണ് ആര്? ചിനാബ് നദി എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ അല്ലേ?
യെസ്, അടുത്ത ചോദ്യം. അറേഞ്ച് ദ 5 റിവേഴ്സ് ഓഫ് പഞ്ചാബ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഝലമാണ് ഏറ്റവും വെസ്റ്റിൽ വരുന്നത്. ഓക്കെ, ദെൻ ചിനാബാണ്, അത് കഴിഞ്ഞാണ് രവി വരുന്നത്, അത് കഴിഞ്ഞാണ് BS വരുന്നത്, അത് കഴിഞ്ഞാണ് ആര് വരുന്നേ, സത്ലജ് വരുന്നേ. അപ്പം ഝലം, ചിനാബ്, രവി, BS, സത്ലജ്. ഓക്കെ, BS, സത്ലജ്, JCRBS അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഈ ഓർഡർ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഏറ്റവും ഈസ്റ്റില് സത്ലജും ഏറ്റവും വെസ്റ്റില് ഝലവും ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അപ്പം ഝലം, ചിനാബ്, രവി, BS, സത്ലജ്. ഏതാ? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള നദികളിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് ഇനി പ്രധാനമായിട്ട് വരുന്ന മറ്റൊരു ട്രിബ്യൂട്ടറിയാണ് ഗംഗ. ഗംഗയും അതിൻ്റെ എല്ലാ ട്രിബ്യൂട്ടറികളെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഭാഗത്ത് കാണാം. അതുവരെ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും, മോഡൽ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.